കുറെയൊക്കെ ശരിയായി ഗ്രഹിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ എതിർക്കുക എന്നുള്ള കാര്യം CPIയുടെ തനത് ഗുണമാണ്. യഥാർത്ഥ കമ്മ്യൂണിസം സോഷ്യലിസവുമൊക്കെ അവരുടെ നിലപാടിന്റെ ഭാഗങ്ങളാണ്. അവർ ജനങ്ങളോടൊപ്പമാണ് ഈ അവസാന ഘട്ടത്തിലൊഴികെ. വിളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും പന്ന്യൻ രവീന്ദ്രനും കാനം രാജേന്ദ്രനുമൊക്കെ CPI സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നപ്പോൾ പറയാനുള്ളത് അളന്ന് തൂക്കി കൃത്യമായി CPMന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് തിരുത്തിക്കുന്ന പാർട്ടി. CPMന് എന്തെങ്കിലും അപജയമുണ്ടായാൽ ഇത് യഥാർത്ഥ കമ്മ്യൂണിസവും സോഷ്യലിസവുമല്ല എന്ന് ഉറക്കെ പറഞ്ഞ് തിരുത്തിയിരുന്ന പാർട്ടി. അത് ബിനോയ് വിശ്വത്തിലേക്ക് എത്തിയപ്പോൾ ആ രീതിക്ക് അപജയം സംഭവിച്ചുവെങ്കിൽ അവർ തിരുത്തണം. ചെറിയൊരു തിരുത്ത് വന്നിട്ടുണ്ട്. ആ തിരുത്ത് അല്പം നേരത്തെ ആയിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പരാജയം ഇത്രയും ഭീകരമായിരിക്കുമായിരുന്നില്ല. അടിസ്ഥാന വർഗത്തെ അവഗണിച്ച്, താഴെത്തട്ടിലുള്ളവരെ അവഗണിച്ച് ഇവിടെ CPMന്റെ ഭരണം മുന്നേറിയപ്പോൾ ഒരു ചെറുവിരൽ അതിനെതിരെ അനക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞില്ല, CPIക്ക് കഴിഞ്ഞില്ല. ചെറിയൊരു തിരുത്തൽ ശക്തിയെങ്കിലും ആയി മാറിയിരുന്നുവെങ്കിൽ CPIയുടെയും ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ LDFന്റെയും തകർച്ച ഇത്രയും ഭീകരം ആകുമായിരുന്നില്ല. അത് CPIയുടെ താഴെത്തട്ടിലുള്ള അണികൾ തന്നെ പറയുന്ന കാര്യമാണ്. എന്തായാലും ഭരണം കൈവിട്ടപ്പോൾ, തോറ്റപ്പോൾ ഒരു വിചിന്തനം വന്നു, ഒരു പുനർചിന്ത വന്നു. ആ പുനർചിന്തയിൽ തെറ്റുകൾ CPI എങ്കിലും തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം ജനത്തിന് ആശ്വാസമാണ്. കുറഞ്ഞപക്ഷം CPI അണികൾക്കെങ്കിലും നേതാക്കൾ സ്വയം തിരുത്താൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെ. കേരളത്തിനെ ആകെ ഞെട്ടിച്ച അല്ലെങ്കിൽ കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ആശാസമരത്തെ സർക്കാർ നേരിട്ട രീതി. ആശാവർക്കർമാർ സമൂഹത്തിലെ സാധാരണക്കാരാണ്. അവരോട് കാണിച്ച അനീതി അന്ന് CPIക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും തോറ്റതിന് ശേഷം ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ആശാവർക്കർമാരോട് ഇടതുപക്ഷം കാണിച്ചത് തെറ്റായി പോയി എന്നുറക്കെ പറയുന്നു CPI. തീർച്ചയായും ആ പശ്ചാത്താപം ജനം സ്വീകരിക്കും, തിരിച്ചറിവ് ജനം സ്വീകരിക്കും. തൊഴിലാളി സമരങ്ങളെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതി കമ്മ്യൂണിസത്തിൻ്റെതല്ല എന്ന് ബിനോയ് വിശ്വം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സാധാരണ ജനങ്ങളോട് കാണിച്ച ഈ പരിഹാസമാണ് തോൽവിയുടെ ആഴം ഇത്രയധികം വർദ്ധിച്ചത് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആശാസമരത്തിൽ തൊഴിലാളികളെ